ഹെഡ്ജ് ഇക്വിറ്റീസ് എങ്ങനെയാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് കണ്ടു നോക്കാം. ഞാൻ അവരുടെ ഒരു ആഡ് യാദൃശ്ചികമായിട്ട് കണ്ടു. അപ്പോൾ ഇതിൽ കോൾ ടു ആക്ഷൻ എല്ലാം വന്നിട്ടുള്ളത് വാട്സപ്പിലേക്കാണ്. ഈ ഒരു ആഡ് അങ്ങനെ പ്ലേ ആവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് സമയം പ്ലേ ചെയ്താണെന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് ആഡ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്ന ഇത് ഇങ്ങനെയാണ്, ഉണ്ടോ? അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ വാട്സപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഒരു മെസ്സേജ് ഉണ്ട്, അത് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവരുടെ ഒരു സർവീസസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെനു നമുക്ക് തന്നു. അപ്പോൾ SIP, ഇൻഷുർ യുവർ ഹെൽത്ത്, ഇൻഷുർ ലൈഫ്, അങ്ങനെ കുറേ ഇതായിട്ടുള്ള ഒരു പിന്നെ ഈ ഒരു സർവീസസ് പറയുന്നുണ്ട്. അപ്പോൾ SIPയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ SIP ഉള്ള സർവീസ് സെലക്ട് ചെയ്തപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ ആയിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഒരു വാട്സപ്പ് ഫോം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഈ ഒരു ഫോൺ നമ്പർ, കാര്യങ്ങൾ, നെയിം, ഫോൺ നമ്പർ, ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും, ഈ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും, അത് അവരുടെ ഡാറ്റാബേസിൽ കയറും. അതിൻ്റെ ഒപ്പം എന്തു ചെയ്യാണ്, അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഒരു ലീഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ള രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ക്വാളിഫൈഡ് ലീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യാം. ഞാൻ എൻ്റെ ഫോൺ നമ്പറെല്ലാം അടിച്ചു കൊടുത്തു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്, ലോ റിസ്ക്, ഹൈ റിസ്ക്, മീഡിയം റിസ്ക്. അപ്പോൾ മീഡിയം റിസ്കിലുള്ള പ്രൊഡക്റ്റുകൾ മതി എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഒരു SIP ഇപ്പോൾ ഓരോ മാസം എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ 10 to 25 എടുത്തു. മെയിൻ ഗോൾ എന്താണ് SIP കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വെൽത്ത് ക്രിയേഷൻ, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, അങ്ങനെ പലതും ഉണ്ട്. എന്നിട്ട് സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തിട്ട് എന്താണ്, അപ്പോൾ അതിനൊരു കൺഫർമേഷനായിട്ട് ഇനിയിപ്പോൾ ഉണ്ട് ആ ഒരു ഫോം പിന്നെ ഇതാവില്ല, ഒറ്റ പ്രാവശ്യമാണ് ഇതാവുള്ളൂ, ഒരു അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 16-ാം തീയതി ഉണ്ട്, 10 AM ബുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അത് ബുക്കായി. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, ബുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്കായി 16-ാം തീയതി 10 മണിക്കാണല്ലേ. ബാക്ക് ടു സർവീസ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ മെനുവിലേക്ക് നമ്മൾ നേരത്തെ ഇതിലേക്ക് പോകും. ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കൂടുതൽ ഇവിടുന്ന് വീണ്ടും നമുക്ക് കൂടുതൽ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.